പക്ഷെ ഇപ്പൊ റേസിസം എന്ന് നമ്മൾ പറയുന്നുണ്ട്. റേസിസം ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നോക്കൂ, എന്താണ് നമ്മൾ കറുത്ത നിറത്തെ നമ്മൾ കളിയാക്കരുതെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരു ഒരു നേതാവുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് കരിയോയിൽ നമ്മൾ ഒഴിക്കുന്നത്? എന്തുകൊണ്ടാണ് കള്ളപ്പണത്തിന് ബ്ലാക്ക് മണി എന്നും ബ്ലാക്ക് ടിക്കറ്റ് എന്നും പറയുന്നത്? അപ്പൊ ഇത് ഏതോ കാലത്ത് അങ്ങനെ ഇതിന് ആരോപിച്ച് കിട്ടിയ കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ നിറങ്ങൾക്കും ഇതുപോലെ സാഫ്രണൈസേഷൻ എന്ന് പറയുന്നു. കവി പണ്ടേ ഉള്ള കളറല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള കളറുകൾക്കൊക്കെ ആരോപിത മൂല്യങ്ങൾ വരികയാണ്. ആരോപിത മൂല്യം എന്ന് പറഞ്ഞാൽ 100 നോട്ടിന് 100 രൂപയുടെ മൂല്യമുണ്ടെന്നുള്ളത് നമ്മൾ ആരോപിച്ചേക്കുന്നത്. ഒരു കുരങ്ങന്റെ മുന്നിൽ ഒരു പഴവും ഒരു 100 രൂപയും വെച്ചാൽ കുരങ്ങൻ പഴം എടുക്കും. കാരണം പഴത്തിന്റെ മൂല്യമുണ്ട്. 100 രൂപയുടെ മൂല്യം നമുക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് കൊടി, ഒരു പാർട്ടിയുടെ കൊടി ഞാൻ വലിച്ചു കയറി എന്നെ എല്ലാവരും കൂടി ഇടിക്കും. അതൊരു തുണിയാണ് എന്നല്ല, അത് ആ സമയത്തൊരു തുണിയല്ല, അതിനൊരു ആരോപിത മൂല്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഏതാണ് ഇതിന്റെ അളവുകോൽ എന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്.